ഇന്ന് കറികളൊന്നും കൂട്ടാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ വെള്ളം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിപ്പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം കൈവച്ച് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാൻ ചൂടായതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 5-6 ചെറിയുള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് ചിരവിയ തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചതും കൂടെ ഇതുപോലെ അങ്ങിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.